ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള എക്സിബിഷൻ കാണുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടേക്കുള്ള എൻട്രൻസ് ഫീസ് 40 രൂപ. എല്ലാത്തരം സാധനങ്ങളും ഇവിടെ കിട്ടും. ചിലതിനൊക്കെ നല്ല വിലക്കുറവുണ്ടാവുകയും ചെയ്യും. പിന്നെ വിശ്വസിച്ച് വാങ്ങാം, കാരണം ഈ കടക്കാർ തന്നെ അടുത്ത വർഷവും ഇവിടെ ഉണ്ടാകും. ഇവിടെയുള്ള ഒട്ടുമിക്ക കടക്കാരും സ്ത്രീകളെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. അവരുടേതായ പ്രൊഡക്റ്റുകളാണ് കൂടുതലും. സാധനങ്ങളൊക്കെ അടുക്കും ചിട്ടിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതിയും വളരെ ഭംഗിയുള്ളതാണ്. എല്ലാത്തരം വീട്ടുപകരണങ്ങളും ഇവിടെ കിട്ടും. പുതിയ തരം സാധനങ്ങളും അവൈലബിൾ ആണ്. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള കടകളിൽ നിന്ന് വാങ്ങുന്നതാണ്. വളരെ വ്യത്യസ്തമായിട്ടൊരു തോട്ടി ഇവിടെയുണ്ട്. കറണ്ട് അടിക്കില്ല എന്നാണ് ആൾ അവകാശപ്പെടുന്നത്. ഓണർ തന്നെയാണെന്ന് തോന്നുന്നു ടി വിയിലൂടെ കാണിക്കുന്നത്. കരകൗശല വസ്തുക്കളുടെ കട. ഇതിനും പൂരത്തിൻ്റെതായ ഒരു ടച്ചുണ്ട്. ഇത് ജെൻസിന് വേണ്ടി മാത്രമുള്ള ഒരു കട. ഇവിടെ വാച്ചുകളുണ്ട്, പേഴ്സുകളുണ്ട്, കണ്ണടകളുണ്ട്, അതുപോലെ തൊപ്പികളുണ്ട്. പിന്നെ ഇവിടുത്തെ സെയിൽസ്മാൻമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും തന്നെ നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. ഇത് ക്രോക്കറികൾക്ക് വേണ്ടി മാത്രമുള്ള കട. നല്ല രസമുണ്ടോ ഈ പ്രൊഡക്റ്റുകളെല്ലാം കാണാൻ തന്നെ. പിന്നെ ഇവിടെ തുണിക്കടകളിലൊക്കെ ബാർഗെയിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫിക്സഡ് റേറ്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ലേഡീസ് ബാഗുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കടയുണ്ട് ഇവിടെ. അടിപൊളി കട കേട്ടോ. പലതരം ഡിസൈനിലുള്ള ബാഗുകളുണ്ട്. ₹150 മുതലാണ് ബാഗിന്റെ വില ആരംഭിക്കുന്നത്. ഈ കാണുന്ന ചെറിയ ബാഗില്ലേ, ഇതിനാണ് 150 രൂപ. പിന്നെ നോർത്ത് ഇന്ത്യക്കാരുടെ കോലാപ്പൂരി ചെരുപ്പുകൾ. ഇതറിയാലോ, ഇതുണ്ടാക്കുന്നത് മെഷീൻ കൊണ്ടല്ല, ഹാൻഡ് മെയ്ഡ് ആണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കടയാണ്. പണ്ടത്തെ പഴയകാല മിഠായികൾ എല്ലാം ഉണ്ട് ഇവിടെ. പ്രത്യേകിച്ച് സിഗരറ്റ് മിഠായി. പണ്ട് കുട്ടിക്കാലത്ത് ഈ മിഠായി വാങ്ങി വലിക്കുന്ന പോലെ അഭിനയിച്ചതൊക്കെ ഇപ്പോഴും ഓർക്കുന്നു. ഇതൊരു വാട്ടർ ഗണ്ണാണ്. അതിനുള്ളിൽ ആ മിഠായി എടുത്ത് കളഞ്ഞിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക. പിന്നെ വെള്ളം ചീറ്റുന്ന തോക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ വിലയാണ് രസം. 300 രൂപയാണ് ഈ സാധനത്തിന്റെ വില. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ചപ്പാത്തി മേക്കർ കണ്ടായിരുന്നു. കറണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. ഈ ഒരു ഉപകരണം 1 മണിക്കൂർ വർക്ക് ചെയ്താലും 1 യൂണിറ്റ് കറണ്ട് മാത്രമേ ചെലവാകുകയുള്ളൂ. ഇപ്പോൾ ചപ്പാത്തി മാത്രമല്ല, ഓംലെറ്റ് ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് മാവ് ബ്രാൻഡഡ് അല്ലെങ്കിൽ തന്നെയായാലും ഇതുപോലെ നല്ലപോലെ വീർത്തു വരും. എണ്ണ ഒട്ടും വേണ്ട എന്നത് ഇതിന്റെ വേറൊരു ഗുണം കൂടിയാണ്. സീഡ്സിന്റെ കച്ചവടത്തിൽ മലയാളികളെക്കാളും കൂടുതൽ ഹിന്ദിക്കാരാണ് ഇവിടെ ഉള്ളത്. ഇത് ഗുജറാത്തികളുടെ പപ്പടക്കട. പലതരത്തിലുള്ള പപ്പടങ്ങൾ. അവർ പാപ്പട എന്ന് പറയുന്ന സാധനം പല കളറിൽ പല വലുപ്പത്തിൽ ഒരുപാടുണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ കടകളും നമുക്ക് കാണിക്കാൻ സാധിക്കില്ല, അതിനു മാത്രം കടകളുണ്ട്. തുണിക്കടകള്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കടകള്, അതുപോലെ ബുക്സിന്റെ കടകള്, അങ്ങനെ എല്ലാ തരം കടകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വ്യത്യസ്തമായ മറ്റൊരു പ്രൊഡക്റ്റ് കൂടി കണ്ടായിരുന്നു. ചോർച്ചയുള്ള ഭാഗം അടയ്ക്കാവുന്ന ശക്തിയേറിയ ഒരു പശ. ആളുടെ പ്രസന്റേഷൻ വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വാങ്ങുന്നുണ്ട് ഈ ബസ്. സർബത്ത് കടകൾ ഉൾപ്പെടെയുള്ള ഫുഡ് സ്റ്റാളുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ഇത് നോർത്ത് ഇന്ത്യൻ കരകൗശല വസ്തുക്കളുടെ കട. അതുപോലെ പഞ്ചാര മിഠായികളും കശുവണ്ടി പരിപ്പൊക്കെ വിൽക്കുന്ന ഒരു കട. ഇങ്ങനെ കുറെ കടകളൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഫിഷ് എക്സ്പോയുടെ അടുത്താണ്. ഈ അക്കോ ഫിഷ് കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു വേഷം. 100 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. 100 രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിഷ് എക്സ്പോ ഇതുവരെയായിട്ടും കാണാത്തവർക്ക് ഇത് കുഴപ്പമില്ല. നമുക്ക് ആരാമപ്പയ്യനൊക്കെ കാണാൻ സാധിക്കും, അതും വലിയ സൈസിലുള്ളത്. പിന്നെ മറ്റുള്ള ഈ എക്സ്പോകളൊക്കെ കണ്ടവർക്ക് ഇത് അത്ര വലുതായിട്ട് തോന്നില്ല കേട്ടോ.
ഇത് ബജ്ജികളും ചില്ലി ഗോപിയും ഒക്കെ വിൽക്കുന്ന ഒരു കട. ഞാനിവിടുന്ന് 50 രൂപയ്ക്ക് കോളിഫ്ലവർ വാങ്ങിയായിരുന്നു. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡുകളും യന്ത്രൂഞ്ഞാലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബോട്ടിംഗ് ഉണ്ട്. അതൊരു ചെറിയ കുളത്തിൽ ഒരു വലിയ ബോട്ട് ഇട്ടിട്ട്. ഈ എക്സിബിഷനിലെ ഏറ്റവും ലാഭമുള്ള കടക്കാർ ഇത് ഇവരാട്ടോ. 1000-ൽ ഒരാൾ പോലും കൊള്ളിക്കാൻ സാധ്യല്ല. അതുകൊണ്ട് കിട്ടുന്ന പൈസ ഒക്കെ ഇവർക്ക് ലാഭമാണ്. ഈ അരികിൽ കാണുന്നത് വലിയ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെയും ജ്വല്ലറികളുടെയൊക്കെ സ്റ്റാളുകളാണ്. ഇവിടെ എല്ലാ ദിവസവും രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. ചിലപ്പോൾ നാടകം ഉണ്ടാവും, ഗാനമേള ഉണ്ടാവും, പിന്നെ ഇതുപോലെ ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. ഇത് ISROയുടെ സ്റ്റാള്. ഈ കാണുന്നത് ഫ്യൂച്ചറിൽ ചൊവ്വയിൽ ഇറങ്ങാനുള്ള ആ പദ്ധതിയുടെ ഒരു 3D ചിത്രീകരണമാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇത് ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ. പിന്നെ ഇവിടെ തൂക്കം നോക്കാനായിട്ടൊരു സംഭവമുണ്ട്. നമ്മൾ കയറി തൂക്കം നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള ഈ തൂക്കത്തോടൊപ്പം തന്നെ ചൊവ്വയിൽ നമുക്ക് എന്തായിരിക്കും തൂക്കം, അതുപോലെ മറ്റ് ഗ്രഹങ്ങൾ എന്തായിരിക്കും തൂക്കം, അത് നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു പ്രോഗ്രാമിന് വലിയൊരു നെഗറ്റീവ് വശമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നടന്ന ഔഷധമായി പോകും. പച്ചമലർത്തി പറയുകയാണെങ്കിൽ ഉപ്പാട് ഇളകി പോകും. അതുപോലെ നടക്കേണ്ടി വരും. തേക്കിൻകാട് മൈതാനത്തെ നിസാര ഏക്കറിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ തന്നെയാണെങ്കിലും ഇതിന്റെ ഉള്ളിലെ വഴികളൊക്കെ ഇങ്ങനെ വളച്ചു പൊളച്ചുണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് ഏകദേശം 2 കിലോമീറ്ററിന്റെ അടുത്ത് നടക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പുറകിലുണ്ടായിരുന്ന ആൾക്കാർ ഇതുവരെയായിട്ട് തീർന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം അതുപോലെ അവസ്ഥയാവും. ഈ ഒരു സ്റ്റാളിൽ വെച്ച് മനോഹരമായ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതായത് പശുക്കളും കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളും. എനിക്ക് ഇങ്ങനത്തെ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവസാനത്തോട് അടുക്കുമ്പോൾ ഒരു ഗരുഡന്റെ വലിയ പ്രതിമ കണ്ടായിരുന്നു. ഇത് ഗുരുവായൂർ അമ്പലത്തിലേതുപോലെ ആണല്ലോ എന്ന് ഞാൻ സംശയിച്ചായിരുന്നു. അത് ശരി തന്നെയായിരുന്നു. കാരണം ഇത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു സ്റ്റാളാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്